സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. നീ വല്ല പുക MDMഉം ഒക്കെ അടിച്ചിട്ട് വന്നാൽ ബ്രോ നിനക്കൊന്നും മനസ്സിലാവില്ല. പടം തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനം വരെ കാണണം. ഇനി മേലാൽ ATM നീ MDMUമായി അടിച്ചിട്ട് പടം കാണരുത്. എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് ആഷിഖ് എന്ന് പറയുന്ന എൻ്റെ ഒരു സബ്സ്ക്രൈബർ, അദ്ദേഹത്തിന്റെ കമന്റ് ആണ്, എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇന്ന് ബസൂക്ക എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടു. നമ്മുടെ ഡിനോ ഡെന്നീസിന്റെ പടം കണ്ടു. എന്തായാലും ഡിനോ ഡെന്നീസിന്റെ ഫാദറിന്റെ പേരൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര അബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ. അത് ഞാൻ തിരുത്തുന്നതിന്റെ ഒപ്പം തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കലും ആ ഒരു സിനിമയെ തകർക്കാൻ വേണ്ടിയിട്ടൊക്കെ ചില ആൾക്കാർ അങ്ങനെ എഴുതിയിട്ടുണ്ട്, നീ ഈ സിനിമയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ വീഡിയോസ് ഇപ്പം ഇതുവരെ ആകെ ഒരു 4000 പേരെ കണ്ടുള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടൊന്നും ഒരു സിനിമയും ഈ ലോകത്ത് തകരാൻ പോകുന്നില്ല. ഞാൻ ഒരു അപാര മമ്മൂട്ടി ആരാധകനാണ്. എനിക്ക് 2 പേരെയാണ് സിനിമയിൽ ഇഷ്ടം. ഒന്ന് മമ്മൂക്കയാണ്, ഒന്ന് ഫഹദ് ഫാസിലാണ്. അത് ആദ്യമേ പറഞ്ഞു വെക്കാം. 2 പേരാണ് ഒരു ഇന്റർനാഷണൽ ലെവൽ ആക്ടേഴ്സ് എന്ന് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസമല്ല, അതൊരു ഉറച്ചു പോയ വാക്കാണ്. അങ്ങനെ കിടക്കട്ടെ. ഞാൻ പറഞ്ഞു വെച്ചത്, മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു നടനെ കയ്യിൽ കിട്ടിയിട്ടും ഒരു കാര്യവുമില്ലാതെ ഒരുപാട് സമയം ബസ്സിലിരുത്തിയതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, എനിക്ക് ഭയങ്കര അമർഷമുണ്ട്. അങ്ങനെ ബസ്സിലിരുത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ട മനുഷ്യനൊന്നും ആയിരുന്നില്ല അയാള്. കടിച്ചു പിടിച്ചിരുന്ന് കണ്ടുവീർത്തിയത് ഇതിങ്ങനെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോ നമുക്കൊരു ഹൈ മൊമെന്റ് കിട്ടും. അത് ഹൈ ആണോ ലോ ആണോ എന്ന് നിങ്ങൾ കണ്ടു തീരുമാനിക്കേണ്ട സാധനമാണ്. എനിക്കത് കണ്ടിട്ട് ചിരിയാണ് വന്നത്. മൊത്തത്തിൽ നോക്കുമ്പോ പടത്തിന് ഒരു എന്തൊക്കെയൊക്കെയോ ഒരു അപാകത പോലെയാണ് എനിക്ക് ഫീൽ ആയത്. ലോജിക് ഇല്ലാത്ത കുറെ സീൻ കൊടുക്കുന്നു. ഫസ്റ്റ് ഹാഫ് കഴിക്കുമ്പോഴേക്കും അതിന്റെ ഒരു എൻഡ് പോർഷൻ കൊള്ളായിരുന്നു. പക്ഷേ അതിനുള്ള മറുപടി എന്താ പറയാ, അത് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ മാസം ഒരു പടം റിലീസ് ആയതാണ്. അപ്പൊ ഇനി മാസം വരുന്നുണ്ട്. സോ അതിനുള്ള മറുപടി വീണ്ടും കിട്ടും. അപ്പൊ മൊത്തത്തിൽ ഈ ബസൂക എന്നുള്ളൊരു പടം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പടം 2 അദ്ദേഹത്തിനൊപ്പം അഭിനയിച്ച കോസ്റ്റാർ ഒരു പ്രതീക്ഷിച്ച നിലവിൽ ഒരു ഉയർച്ച സംഭവിച്ചിട്ടില്ല. ഒരു അഭിനയം ഒരാളുടെ അതിഗംഭീരമാണെങ്കിൽ തൊട്ട് ഓപ്പോസിറ്റ് നിന്ന് അഭിനയിക്കുന്ന ആളുടെ അഭിനയം കൂടി അതിനൊപ്പം സിങ്ക് ആവണം. ഒരു ഉദാഹരണത്തിന് പറയുമെങ്കിൽ, നമ്മുടെ സ്ഫടികം എന്ന് പറയുന്ന പടത്തില് മോഹൻലാലിനേക്കാൾ ഏറ്റവും ഗംഭീരമായിട്ട് അഭിനയിച്ചത് തിലകനാണ്. തിലകനല്ല അവിടെ അച്ഛനായിട്ടുള്ളതെങ്കിൽ ഒരു തരത്തിൽ നമുക്ക് മോഹൻലാലിന്റെ വേഷം വർക്കാവില്ല. ഇതിൽ അങ്ങനെ ചില പാളിച്ചകൾ തുടക്കത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞേ. എന്നാൽ പടം അങ്ങനെ ഒരു സ്ലോ സ്പേസിൽ അങ്ങനെ പോയിട്ട് എൻഡിലൊരു 10-20 മിനിറ്റ് നമുക്ക് ഒരു സൈക്കോ മാനറിസിലേക്ക് മാറിയിട്ടുള്ള ഒരു അഭിനയമുണ്ട്. എൻ്റെ പൊന്നോ, സമ്മതിച്ചു പോയി. ഞാൻ അത് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞാണ്. ഇദ്ദേഹം അപാര നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യനാണ്. ഇത് നമുക്ക് ആ ഒരു സീനുകൾ കാണുമ്പോൾ മനസ്സിലാവും. എനിക്ക് വേണ്ടത് ഇങ്ങനത്തെ ഒരു സംഗതി, ഇങ്ങനത്തെ ഒരാളെ എനിക്ക് വേണ്ടത് എന്ന് പറയുമ്പോൾ ഇയാൾ അത് ഒരു മടിയും കൂടെ, ആ 10-74 വയസ്സായ മനുഷ്യൻ ആ ഒരു വണ്ടിയുടെ മേലൊക്കെ കയറി കിടന്നിട്ട് കയ്യും കാലൊക്കെ ഇട്ട് കാണിക്കുന്ന ചില സംഗതികളൊക്കെ ഉണ്ട്. ഈ ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ടാകുന്ന ഒരു സംഗതി. ഇനി ഈ സിനിമയിലേക്ക് തന്നെ കൃത്യമായിട്ട് വരികയാണെങ്കിൽ എന്താണ് എനിക്കിത് വർക്കാവാൻ എന്നുള്ളത്. ചില ആൾക്കാരൊക്കെ പറയുന്നത് താനൊക്കെ 90s കിഡ്സ് ആണ്, ഇത് ഏറ്റവും പുതിയ പടമാണ്. ആയിക്കോട്ടെ, ഇത് ഏറ്റവും പുതിയ പടമാണ്, ഏറ്റവും പുതുപുത്തൻ പടമാണ്. ഈ ഏറ്റവും പുതുപുത്തൻ പടത്തിന്റെ എഡിറ്റിങ് 2 പേരാണ് ഉണ്ടായിരുന്നത്. ഒരു മനുഷ്യ ഇപ്പൊ നമ്മോടൊപ്പം ഇല്ല, പിന്നെ വേറെ ആളായിരുന്നു. സത്യം പറയാലോ, പരമ്പ ബോറായിരുന്നു. എന്തൊക്കെയാണ് ഒരുപക്ഷെ ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നാവുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു സിനിമയ്ക്ക് ഒരു ഭയങ്കര മുറുക്കം കിട്ടിയേനെ, അതായത് ഒരു സ്പീഡ് നമുക്ക് തോന്നുകയും ഒരു മുറുക്കം കിട്ടുകയൊക്കെ ചെയ്തേനെ. അതൊന്നും ഉണ്ടായില്ല എന്നതാണ്. പിന്നെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ സ്വാഗ് ഒരു രക്ഷയില്ലാത്ത സ്വാഗാണ്. അത് നമ്മളെ ആ ഒരു സിനിമ ആദ്യം മുതൽ അവസാനം വരെ ഇരുത്താൻ കാരണമാവുന്നത് മമ്മൂക്ക തന്നെയാണ്. എന്നാൽ അതേസമയം
എൻ്റെ അഭിപ്രായങ്ങൾ അവിടെ കെടുക്കട്ടെ. ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണോ ഇങ്ങനത്തെ അഭിപ്രായം ഉള്ളത്. അപ്പോഴത്തെ ഇത് കുറച്ച് നേരത്തെ മുമ്പേ ഷസ ഒരു വീഡിയോ ഇട്ടുണ്ട്, ഇതേപോലത്തെ അഭിപ്രായം തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മുടെ കോക്ക് ലെവനും ഇതേപോലത്തെ അഭിപ്രായം തന്നെയാണ്. അവൻ കൊന്നു കൊല വിളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ആ പലപ്പോഴും മമ്മൂട്ടി സിനിമയെ ഒരു കൊന്നു കൊല വിളിക്കുന്ന സ്വഭാവം അദ്ദേഹത്തിനുണ്ട്, വിട്ടേക്കുക. എങ്കിലും ഇതേപോലത്തെ അഭിപ്രായം അദ്ദേഹത്തിനുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഞാൻ മാത്രം ഇതിനെ ഒന്നു കൊല വിളിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള ആരോപണത്തെ ഞാൻ തള്ളിക്കളഞ്ഞു. പിന്നെ പുല്ലു സുഹൃത്തുക്കളെ, MDMA ഒക്കെ അടിച്ചിട്ട് ഇത് കാണാൻ പോകുമെന്ന് പറയുന്ന ആരോപണത്തെ എന്ത് ഉത്തരം കൊടുക്കുന്ന അറിയില്ല. എനിക്കത് പറയാൻ ഫണ്ണി ആയിട്ട് തോന്നി. അത്ര മയക്കുമരുന്നുകളൊന്നും ആ വശത്തൂടെ ഞാൻ പോയിട്ടില്ല, ഇനി പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് വേറെ കാര്യം, നിങ്ങളും പോണ്ട. എന്തായാലും ചില ആളുകൾ ഈ സിനിമയെ തുടക്കം മുതൽ തന്നെ തകർക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഒരു അനോണിമസ് പാർട്ടിസിപ്പന്റ് എന്ന് പറഞ്ഞിട്ട് കണ്ണി കണ്ട എല്ലാ ഗ്രൂപ്പും പോയിട്ട് മെസ്സേജ് ഇടുന്ന ഒരുത്തിന് എനിക്ക് കിട്ടി. കിടിലം ഫസ്റ്റ് ഹാഫ്, സ്ക്രീൻഷോട്ട് നെക്സ്റ്റ് എവിടെ, സെക്കൻഡ് ഹാഫ് സെറ്റായാൽ പീക്ക് മൂവി ലോഡിങ് ഖാലിദ് റഹ്മാൻ എന്ന് പറഞ്ഞിട്ട് ആലപ്പുഴ ജിങ്കാനെ കുറിച്ചിട്ട് ഒരു അനോണിമസ് ആയിട്ടുള്ള ഒരാള് 4 മണിക്കൂർ മുമ്പ് ഇട്ടിരുന്നു. ഇതേ 4 മണിക്കൂർ മുമ്പ് തന്നെയുള്ള വേറൊരു അതേ സമയം തന്നെ അതിൽ തന്നെ വേറെ അതേ ഒരു അനോണിമസ് പോസ്റ്റ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഹാഫ് ദുരന്തമാണല്ലോ എന്നുള്ളതാണ്. അത് മമ്മൂക്കയുടെ സിനിമയെ കുറിച്ചിട്ടാണ്. അധികം താമസിച്ചിട്ടില്ല, ഒരു 3 മണിക്കൂർ ആ ഒരു സമയത്തിന്റെ ഗ്യാപ്പില് തളർച്ച, സംഭാഷണം നടത്തത്തിലും വയ്യാതായി. നിങ്ങൾക്ക് സംഭാഷണമൊന്നും മനസ്സിലാവുന്നില്ല. ഫൈറ്റ് സീൻ എല്ലാം പതിവിനേക്കാളും വടി വിഴുങ്ങിയ പോലെ. നിങ്ങളുടെ യുഗം ഇവിടെ തീരുന്നു. എല്ലാറ്റിനും നന്ദി. മമ്മൂക്ക ഇനി ധോണിയെ പോലെ നിങ്ങളെയും ചവിട്ടി തേക്കുന്നത് കാണാൻ വയ്യ. സ്വയം നന്നായിരിക്കും, പാട്ട് നിർത്താം മമ്മൂക്ക ഡിസപ്പോയിന്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു അനോണിമസ് പാർട്ടിസിപ്പന്റ് ഫേസ്ബുക്കിൽ എവിടെയൊക്കെ എഴുതിയിട്ടിരിക്കുകയാണ്. നിരന്തരം ഒരു എന്താ പറയാ കരച്ചിലാണ്. ഇതയാള് തന്നെ അതിന്റെ ഒരു മണിക്കൂർ മുമ്പ് ബേസിൽ ഒരു സംഭവം തന്നെ, ചെയ്യുന്ന പടങ്ങളെല്ലാം കിടില്, ഇന്ന് റിലീസ് ചെയ്ത മരണമാസം കിടിൽ റിപ്പോർട്ടുകൾ, മിനിമം ഗ്യാരണ്ടിയുള്ള നടനായി മലയാളിക്ക് ബേസിൽ ജോസഫ്. ആയിക്കോട്ടെ, ഇനി കണ്ടറിയേണ്ടത് ഇത്രമാത്രം ബജറ്റ് കുറയും. റിവൈസ്ഡ് ബജറ്റ് 15 crore 20 crore അടിച്ചാൽ ഹിറ്റ് 30 crore അടിച്ചാൽ ബ്ലോക്ക് ബസ്റ്റർ ആവും. മമ്മൂട്ടിയുടെ പടത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടെക്നിക്കൽ സൈഡ് ടോപ്പ്, മേക്കിംഗ് ഒരു രക്ഷയുമില്ല. സെക്കൻഡ് ഹാഫിലെ ബോക്സ് സീൻ, നസ്ലമോനു ഇത് നീ തന്നെയാണോ, ആ ഒരു പടത്തെ കുറിച്ചിട്ടുള്ള തള്ളലാണ്. അതും കൃത്യം ഒരു 3 മണിക്കൂർ മുമ്പ്. ബസുക്ക് ആദ്യ പ്രദർശനം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതേ മനുഷ്യൻ തന്നെ ആയിരിക്കണം ഈ പോസ്റ്റർ ഉണ്ടായിരിക്കുക. മമ്മൂട്ടിയുടെ ഒരു വലിയ പോസ്റ്റർ കയറ്റുന്നത് ഇവനെ ഇറക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഈ വാണത്തിന്റെ തലവെട്ടം കണ്ടാൽ അറിയാം പടം ഊമ്പലാണെന്ന്. തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും കണ്ണിൽ കാണുന്ന നടിമാരെ പച്ച അവതാരം വിളിച്ചു പറയുന്ന ഇവനൊക്കെ സിനിമയിൽ അഭിനയിപ്പിക്കുമോ? എന്റെ മമ്മൂട്ടിയെ നമിച്ചു നിന്നെ. ഒരു പടം ഹിറ്റാക്കാൻ ആരുടെയെല്ലാം ആസനം താങ്ങണം. ഈ ആറാട്ട് പറയുന്നൊക്കെ വിളിച്ച് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നു. നമ്മുടെ ആറാട്ടാണ് ഈ സിനിമയിലുണ്ട്, ചെറിയ രംഗത്തിൽ. ഞാനൊരു കട്ട ഇക്കഫാനാണ്. ഇങ്ങനെയൊക്കെ എഴുതുന്ന ആൾക്കാർ 100% ഇക്കഫാൻ ആയിരിക്കില്ല, അവരുടെ കാര്യം. സത്യസന്ധമായി പറഞ്ഞാൽ പടം പോരാ. ഞങ്ങൾ ഫ്രണ്ട്സ് ഇന്ന് ലീവ് എടുത്ത് ഇപ്പോൾ EKM കവിതയിൽ നിന്ന് പടം കണ്ട് ഇറങ്ങിയതേ ഉള്ളൂ. പടം അടിപൊളി എന്നൊക്കെ പറയുന്നത് കാണാതെയാണ് പറയുന്നത്. സത്യം പറയാലോ, ഇക്ക വളരെ ബോറാണ്, അനങ്ങാ വയ്യ, ഫൈറ്റൊക്കെ വളരെ ശോകം. സംവിധായകൻ ഇംഗ്ലീഷ് സീരീസ് ഒക്കെ കണ്ട് അങ്ങോട്ട് ഇത് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കി ചീറ്റിപ്പോയി എന്ന് പറയുന്നത് ശരി. OTT വരുമ്പോൾ കാണുന്നതാവും ബെറ്റർ എന്ന് ലെവന്റെ വക. ഈ കഴിഞ്ഞിട്ടില്ല ഈ അനോണിമസ് അങ്ങനെ ഒരുപാട് പോസ്റ്റ്. ഈ സിനിമ തുടങ്ങി അപ്പം മുതലേ പോസ്റ്റ്, പടം കഴിയുന്നതിന് മുമ്പ് തന്നെ പോസ്റ്റ് ഇട്ടുന്ന സംശയമുണ്ട്. വിഷു വിന്നർ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പോസ്റ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ അനോണിമസ് ലാസ്റ്റ് 30 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ്. ഇങ്ങനെ അനോണിമസ് എന്ന് പറഞ്ഞിട്ട് ഒരുവൻ നിരന്തരം ഈ സിനിമയെ തകർക്കാൻ വേണ്ടിയിട്ട് എന്നോളം പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഈ സിനിമ എന്തായാലും ആളുകൾ കാണും, ഇറക്കിയ പൈസ കിട്ടും, വിജയിക്കും. 100% ഇത് വിജയിക്കുന്ന കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല. കാരണം ഇതൊരു പ്രത്യേക ജോണർ പടമാണ്. ചില ആൾക്കാർക്ക് 100% എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആണ് ഈ ഒരു സിനിമ എന്ന് പറയാനും പറ്റില്ല. ചില ആൾക്കാർക്ക് ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടമാവില്ല. എനിക്കെന്തോ ഇത് അത്ര ഒന്നും വർക്കായില്ല. എന്നാൽ അതേസമയം 100% ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അവസാനത്തെ ഒരു 10-20 മിനിറ്റ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ അഭിനയം കാണാൻ വേണ്ടിയിട്ട് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ടാക്കീസിൽ പോകണം. അതൊരു മാസ്റ്റർ ക്ലാസ് മനുഷ്യനാണ്. ഇയാളോട് എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ അതിന് 100 ഇരട്ടി കൊണ്ട് കൊടുക്കും. അത് നമുക്കവിടെ കാണാം. അങ്ങനത്തെ ഒരു ക്യാരക്ടറൈസേഷൻ മലയാള സിനിമയിൽ വന്നിട്ടില്ല എന്നോട് പറയേണ്ടി വരും. ബൈ.